ജന്മനക്ഷത്രങ്ങളുടെ പൊതുസ്വഭാവങ്ങൾ, ഓരോ നക്ഷത്രത്തിലും ജനിച്ചാലുള്ള പ്രത്യേകതകൾ, ഓരോ നക്ഷത്രത്തിനും അശുഭങ്ങളായ നക്ഷത്രങ്ങൾ, ദോഷശാന്തിക്കും ഐശ്വര്യത്തിനുമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ, അനുകൂല നിറങ്ങൾ തുടങ്ങിയവയാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ നക്ഷത്രത്തിനും പ്രതികൂലമായ നക്ഷത്രങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ആ നക്ഷത്രത്തിൽപ്പെട്ടവരുമായി കൂട്ടുപ്രവർത്തനങ്ങൾ, അവരെ കണികാണൽ, അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കണം. ഓരോ നക്ഷത്രത്തിൻ്റെയും ദേവതയെ നിത്യം ഭജിക്കുന്നത് ഉത്തമമാണ്. ദശകാല വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ജീവിതകാലം മുഴുവനും നക്ഷത്ര ദേവതയെ ഭജിക്കാം. അതിനുള്ള മന്ത്രങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നക്ഷത്രമൃഗം, പക്ഷി, വൃക്ഷം, ഗണം, ഭൂതം തുടങ്ങിയവയും പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഓരോ നക്ഷത്രജാതരും അവരവരുടെ മൃഗത്തെയും പക്ഷിയെയും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യാൻ പാടില്ല. അവയെ പരിരക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ അത് ആയുവർദ്ധനകരവുമാണ്. നക്ഷത്രവൃക്ഷത്തെ നട്ടുവളർത്തുന്നതും ഐശ്വര്യപ്രദമാണ്. അവിട്ടത്തിൽ പിറന്നാൽ തവിട്ടുപാനയെല്ലാം പണം എന്ന് തമിഴരുടെ ഇടയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്. അവിട്ട നക്ഷത്രത്തിൻ്റെ മൂന്നാം കാലിൽ ജനിക്കുന്നത് വിശേഷിച്ചും ഭാഗ്യലക്ഷണമാണ്. പേരിനും പെരുമയ്ക്കും കീർത്തി കേട്ട അഷ്ടവസ്തുക്കൾ ഈ നക്ഷത്രത്തിൻ്റെ ദേവതയായി വന്നത് തന്നെ അവിട്ടം നക്ഷത്രത്തിൻ്റെ പ്രസക്തിക്കും മഹാത്മ്യത്തിനും മുഖ്യ കാരണമായി. ധവള വർണ്ണത്തിൽ മൃദംഗത്തിൻ്റെ ആകൃതിയോടുകൂടി ഈ നക്ഷത്രത്തെ ആകാശമണ്ഡലത്തിൽ കാണാവുന്നതാണ്. മേൽപോട്ട് മുഖമായിട്ടാണ് ഇതിൻ്റെ സ്ഥിതി. ചന്ദ്രമണ്ഡലത്തിലാണ് ഇത് വർത്തിക്കുന്നത്. രാമായണത്തിൻ്റെ പ്രസിദ്ധിയാർജിച്ച ദുന്ദുഭി എന്ന അസുരൻ ജനിച്ചത് ഈ നക്ഷത്രത്തിലാണ്. ഈ നാളിൽ ജനിക്കുന്ന ശിശുവിൻ്റെ മാതുലനും മൂത്ത സഹോദരനും അരിഷ്ടതയും കഷ്ടതകളും ഉണ്ടാകും. ഈ നക്ഷത്ര ദശാനാഥൻ കുജനാണ്. അവിട്ട നക്ഷത്രത്തിൽ ജനിക്കുന്നവർ നല്ല കാര്യക്ഷമതയും കർമ്മകുശലതയും ഉള്ളവരായിരിക്കും. പല പ്രകാരത്തിലുള്ള അറിവ് കൊണ്ടും ബുദ്ധിസാമർഥ്യം കൊണ്ടും ഇവർ എല്ലാത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നു. ശാസ്ത്രീയവും ചരിത്രപരവുമായ അറിവിൽ ഇവരിലധികം ആളുകളും പ്രശംസനീയരായിരിക്കും. ഇത്തരം വിഷയത്തിൽ നല്ല പ്രതിപാദന സാമർഥ്യം ഇവരുടെ പ്രത്യേകതയായിരിക്കും. പരദ്രോഹം ചെയ്യുകയോ അന്യർക്ക് വേദനജനകമായ പ്രവൃത്തികൾ ചെയ്യുകയോ ഇവർക്ക് അശേഷം ഇഷ്ടമുള്ള കാര്യമായിരിക്കുകയില്ല. സമുദായം, മതം ഇവയെപ്പറ്റിയെല്ലാം ഒരു ഉണർവുള്ളവരായിട്ടാണ് ഇവരിലധികം പേരും കാണപ്പെടുന്നത്. ആരെയും കിഴിഞ്ഞ് കഴിയാനോ വിധേയത്വം പ്രകടിപ്പിക്കാനോ ഇവർ ഇഷ്ടപ്പെടുകയില്ല. എന്ത് കാര്യമായാലും ശരി, അഭിമാനത്തെ ക്ഷതപ്പെടുത്തുക എന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിരിക്കും. സ്വന്തം കഴിവിലും പരിശ്രമത്തിലും പുലരുകയെന്ന നിഷ്ഠ മാത്രമായിരിക്കും ഇവരുടെ ജീവിതവ്രതം. ഏതെങ്കിലും കാര്യത്തിൽ പ്രത്യേകമായ ഉദ്ദേശമോ വൈരാഗ്യം തന്നെയോ ഉണ്ടായാൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ലക്ഷ്യത്തിലെത്തും വരെ പരിശ്രമിക്കുവാൻ ഇവർ അസാധാരണ വൈദഗ്ധ്യം പുലർത്തിപ്പോരുന്നു. ആനയുടെ വൈര്യ നിരാധന ബുദ്ധി പോലെ അത്തരം കാര്യങ്ങളിൽ അവസരം വരുമ്പോൾ പകരം വീട്ടുന്നവരാണിവർ. അവിട്ട നാളുകാരെ മിക്കവാറും മെലിഞ്ഞ നീണ്ട ശരീരപ്രകൃതികളായിട്ടാണ് കണ്ടുവരുന്നതെങ്കിലും അപൂർവം ചിലർ നല്ല പുഷ്ടിയുള്ള ശരീരക്കാരായും കാണപ്പെടുന്നു. ഗൂഢ ബുദ്ധിമാന്മാരായിരിക്കും ഇവർ. രഹസ്യങ്ങളെ സൂക്ഷിക്കുവാൻ ഇവർക്ക് അസാധാരണമായ കഴിവുണ്ടായിരിക്കും. വളരെ സാധുക്കളായും പാവങ്ങളായും പുറമെ ഭാവിക്കുന്ന ഇവർ തങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യത്തിൽ അങ്ങേയറ്റം പരിശ്രമിക്കുന്നവരും അതേ ലക്ഷ്യത്തിൽ നിന്ന് അണുമാത്രം വ്യതിചലിക്കാത്തവരുമായിരിക്കും. വിദ്യാഭ്യാസ യോഗ്യത എന്തു തന്നെയായിരുന്നാലും ഇവരുടെ ബുദ്ധിസാമർഥ്യം പ്രശംസനീയമായിരിക്കും. ശത്രുക്കളുമായുള്ള ഏറ്റുമുട്ടലുകളിലും വാദപ്രതിവാദങ്ങളിലും വ്യവഹാരങ്ങളിലും ഇവർ അതിശയനീയമായി വിജയം വരിക്കുന്നു. നിശ്ചിതമായ ലക്ഷ്യം സ്വാധീനിക്കുന്നതിനു വേണ്ടിയുള്ള ഇവരുടെ പരിശ്രമത്തിനിടയിൽ വന്നുകൂടാവുന്ന ബെത്തപ്പാടുകളോ കഷ്ടനഷ്ടങ്ങളോ എന്തു തന്നെയായാലും ഇവർ അതിനെക്കുറിച്ച് അശേഷം പരിഗണിക്കുന്നവരുമല്ല. ഈ നാളുകാർ വലിയ ആരോഗ്യന്മാരായിരിക്കില്ല എങ്കിലും ആരോഗ്യഭീരുക്കളല്ല. സ്വന്തം ശരീരത്തെയും ആരോഗ്യത്തെയും കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ ഇവർക്ക് ഏതെങ്കിലും അസ്വസ്ഥതകൾ വന്നുകൂടുമ്പോൾ മാത്രമാണ്. പക്ഷേ ഏതെങ്കിലും അസ്വസ്ഥതകൾ വന്നുകൂടുമ്പോൾ ഇവർക്ക് വലിയ പരിഭ്രാന്തി ഉണ്ടായിരിക്കും. അല്പം ഒരു ആശ്വാസമുണ്ടായാൽ ഇവരെ പിന്നെ കാണുന്നത് തങ്ങളുടെ പ്രവൃത്തി രംഗത്തായിരിക്കും. നീർദോഷം, രക്തവാതം, പീനസം, അർസസ് എന്നിങ്ങനെയുള്ള രോഗങ്ങളിൽ ഏതെങ്കിലും ആയിരിക്കും ഇവരെ സാധാരണ ബാധിക്കാറുള്ളത്. എന്നാൽ നീണ്ടു നിൽക്കുന്ന ആരോഗ്യ വൈകല്യങ്ങളൊന്നും ഇവരെ ബാധിക്കുന്നതല്ല. സ്വന്തം ഭരണസീമയിൽപ്പെട്ട കുടുംബത്തിൻ്റെ നേതൃത്വം പ്രാമാണികത്വവും വഹിക്കുന്നത് ഇവർ തന്നെയായിരിക്കും. കുടുംബ ജനങ്ങളെ കൊണ്ട് മിക്കവാറും ഇവർക്ക് മനക്ലേശത്തിനിടയാകും. കുടുംബ ബന്ധത്തിൽ സഹോദരി പക്ഷത്തെ കാര്യമായി എടുക്കാതെ സഹോദര പക്ഷത്ത് ചേർന്ന് ജീവിക്കുമെന്നുള്ള ഒരു പ്രത്യേകതയും ഇവർക്കുണ്ടായിരിക്കും. പൂർവിക സ്വത്തുക്കൾ ബന്ധപ്പെട്ട്
സ്വാധീനമാക്കാനും അങ്ങനെ അനുഭവത്തിൽ കൊണ്ടുവരാനും ഇവർക്ക് യോഗമുണ്ട്. സാമാന്യന് 24 വയസ്സ് മുതൽ ഈ നാളുകാർ സ്വതന്ത്രമായ പ്രവർത്തന രംഗത്ത് പുരോഗമിക്കാറുണ്ടെങ്കിലും പ്രതിബന്ധങ്ങളും കുഴപ്പങ്ങളും ഇവരെ ഒരിക്കലും പിരിയുന്നില്ല. ഏതെങ്കിലും കാരണവശാൽ മനസ്സ് വിഷമിക്കുക എന്നുള്ളത് കൂടെയുള്ള ഇവരുടെ അനുഭവമായിരിക്കും. അവയെല്ലാം ബുദ്ധിപൂർവ്വം തരണം ചെയ്ത് അവരുടെ കർമ്മകുശലത മുന്നേറുക തന്നെ ചെയ്യും. അവിട്ട നാളുകാർ മറ്റുള്ളവരെ വിശ്വസിച്ച് ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. ശുദ്ധത കൊണ്ടും കരടില്ലാത്ത വിശ്വാസം അന്നിൽ അർപ്പിക്കുന്ന സ്വഭാവമായതുകൊണ്ടും ഇവർക്ക് പലപ്പോഴും അപകടങ്ങൾ നേരിടാവുന്നതാണ്. ഇവരുടെ ദാമ്പത്യ ജീവിതം സംതൃപ്തകരവും സമാധാനപൂർണവുമായിരിക്കും. ഭാര്യയുടെ കുടുംബക്കാരെ കൊണ്ട് ഇവർക്ക് സാരമായ ഗുണങ്ങളൊന്നും ലഭിക്കുന്നില്ല. എന്നാൽ ഭാര്യയിൽ വിളങ്ങിക്കാണുന്ന നന്മകൾ ആ കുറവുകളെ പരിഹരിക്കുന്നു. ഹിതകാരിണിയും സൗഭാഗ്യവതിയുമായ ഒരു ഭാര്യ ഈ നാളുകാരുടെ മാർഗനിർദ്ദേശിനിയായിരിക്കും. കുടുംബത്തിൻ്റെ ദുർഘടങ്ങൾ ഇതുമൂലം ഇവർക്കുണ്ടാകുന്നില്ല. ജാതകത്തിൽ ആദിത്യനും ബുധനും ഒരുമിച്ച് നിൽക്കുന്ന അവിട്ടം നാളുകാർ ചിലപ്പോൾ അവിവാഹിതരായും കാണപ്പെടുന്നുണ്ട്. അതുപോലെ കുജനും ശുക്രനും ജാതകത്തിൽ അനിഷ്ടഭാവങ്ങളിൽ നിന്നാൽ ഭാര്യ മരണം അനുഭവിക്കും. ജാതകങ്ങളിൽ ഇങ്ങനെ അനിഷ്ട ലക്ഷണങ്ങളില്ല എങ്കിൽ ഇവർക്ക് ഭാര്യാസുഖവും സന്താന സൗഭാഗ്യവും വേണ്ടവിധമുണ്ടായിരിക്കും. വ്യവഹാരത്തിനും പ്രതികാരപരങ്ങളായ കർമ്മങ്ങൾക്കും പുതിയ വാഹനങ്ങൾ കയറുന്നതിനും ഗൃഹോദ്യാന നിർമ്മാണത്തിനും ഈ നാള് കൊള്ളാം. ദശാനാഥൻ ചൊവ്വ, തുടർന്ന് രാഹു, വ്യാഴം, ശനി, ബുധൻ, കേതു, ശുക്രൻ, സൂര്യൻ, ചന്ദ്രൻ. ഈ ക്രമത്തിലാണ് ദശാകാലങ്ങൾ. പ്രതികൂല നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി, രേവതി, ഭരണി, അവിട്ടം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര പ്രതികൂല നക്ഷത്രങ്ങളാണ്. അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ: വ്യാഴം, ബുധൻ, ശുക്രൻ എന്നീ ദശാകാലങ്ങളിൽ ഇവർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അവിട്ടം, മകയിരം, ചിത്ര നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനവും പൂജാതി കാര്യങ്ങളും നടത്തുന്നത് ഉത്തമം. നക്ഷത്രാധിപൻ ചൊവ്വയായതിനാൽ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ പതിവായി അനുഷ്ഠിക്കുന്നത് ഉത്തമം. ജാതകത്തിൽ ചൊവ്വ രാശിയിലെങ്കിൽ സുബ്രഹ്മണ്യനെയും യുഗ്മരാശിയിലെങ്കിൽ ഭദ്രകാളിയെയും പതിവായി ഭജിക്കുന്നത് നന്നായിരിക്കും. അവിട്ടവും ചൊവ്വാഴ്ചയും വന്നു ചേരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ ഇവ അനുഷ്ഠിക്കുക. അവിട്ട നക്ഷത്രക്കാർ രാശാധിപനായ ശനിയെയും പ്രീതിപ്പെടുത്തേണ്ടതുണ്ട്. ചുവപ്പ്, കടും നീല, കറുപ്പ് തുടങ്ങിയ നിറങ്ങൾ അനുകൂലം. നക്ഷത്രമൃഗം നല്ലാൾ അഥവാ നരൻ, വൃഷം വഗ്നി, ഗണം അസുരഗണം, യോനി സ്ത്രീയോനി, പക്ഷി മയിൽ, ഭൂതം ആകാശം. ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് ദൈവനാമത്തിൽ വിശ്വസിച്ചു കൊള്ളുന്നു. ഈ വീഡിയോ പുതിയതായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. ഇനി അടുത്ത ദിവസം അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് പരിചയപ്പെടാം കൂട്ടുകാരേ.